ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ലൊരു അടിപൊളി തോരൻ്റെ റെസിപ്പിയാണ്. വാഴത്തണ്ട് വെച്ചിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള തോരൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കിയാലോ. ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ഒന്ന് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് ഒന്ന് കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉണക്കമുളകും അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, അതേപോലെ കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്നിട്ട് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേന് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വാഴത്തണ്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് ഇതേപോലെ സ്ക്വയർ രൂപത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂടി വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് കുക്കായി വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ആവശ്യത്തിനുള്ള തേങ്ങ, ഉള്ളി, കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് റിവേഴ്സ് ബട്ടണിൽ 1-2 പ്രാവശ്യം ഒന്ന് അടിച്ചെടുക്കുക. ഇതേപോലെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഈ സമയം കൊണ്ട് വാഴത്തണ്ട് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ച് ഒരു 2 മിനിറ്റ് കൂടി ഒന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. നമ്മുടെ ബോഡി ഹീറ്റൊക്കെ കുറയാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു തോരനാണ് കേട്ടോ ഇത്. ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.